അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. കണ്ടതും കേട്ടതുമൊക്കെ പറയുകയും അത് വാട്സപ്പ്, ഫേസ്ബുക്ക്, യൂട്യൂബ് തുടങ്ങിയ മീഡിയകളിലൂടെ ഷെയർ ചെയ്യുകയും ചെയ്യുക എന്നുള്ളത് വളരെ വലിയ തെറ്റാണ്. കാരണം മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഹദീസിലൂടെ നമുക്ക് കാണാം. അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു, അബീ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണത്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, കഫാ ബിൽ മർഇ കദിബൻ, ഒരു മനുഷ്യനെ അവൻ കളവ് പറയുന്നവനായി പരിഗണിക്കപ്പെടും. അൻ യുഹ്ദസ ബികുല്ലി മാ സമിഅ, കേട്ട എല്ലാ കാര്യങ്ങളും പറയുക എന്നുള്ളത്. അപ്പോൾ ഒരു കാര്യം അവൻ കേട്ട് കഴിഞ്ഞാൽ അത് സത്യമാണോ അസത്യമാണോ എന്ന് അന്വേഷിക്കാതെ ആ കാര്യം വേറെ ആളുകളോട് പറയുക. ഇത് തന്നെയാണ് നമുക്ക് വാട്സപ്പിൽ വരുന്ന ഒരു മെസ്സേജ്, അതിൻ്റെ നിജസ്ഥിതി അറിയാതെ നാം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കുക. ഇങ്ങനെ സംഭവിക്കുമ്പോൾ അത് അവന് ഷെയർ ചെയ്ത് കൊടുത്തത് മറ്റുള്ളവരും ഷെയർ ചെയ്ത് ഇങ്ങനെ പോകും. അപ്പോൾ അത് കളവാണെങ്കിൽ ആ കളവ് പ്രചരിപ്പിക്കുക എന്നുള്ള കുറ്റം അവനിക്ക് ലഭിക്കും. അല്ലാഹു തആല നമ്മെ കാക്കുമാറാകട്ടെ. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, ഒരാൾ അന്ത്യദിനത്തിലും അള്ളാഹുവിലും വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ ഫൽയഖുൽ ഖൈറ, അവൻ നല്ലത് പറഞ്ഞുകൊള്ളട്ടെ. ഇനി നല്ലതൊന്നും എനിക്ക് പറയാൻ കഴിയൂല എന്നാ അങ്ങനത്തെ ഒരാളാണ് എങ്കിൽ ഔ ലിയസ്മുത്, അവൻ മിണ്ടാതിരിക്കട്ടെ. എന്ത് കേട്ടാലും അതിന് മറുപടി പറയാനും, അതല്ലെങ്കിൽ അവൻ അറിയാത്ത കാര്യങ്ങളാണെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കാനും അവൻ പോകേണ്ടതില്ല. നല്ലത് മാത്രം പറയുക, നല്ലത് മാത്രം ഷെയർ ചെയ്യുക, ജനങ്ങൾക്ക് ഉപകാരമുള്ളത് പറയുകയും ജനങ്ങൾക്ക് ഉപകാരമുള്ളത് ഷെയർ ചെയ്യുകയും ചെയ്യുക. അല്ലാഹു തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഈ അറിവിനെ നിങ്ങളെല്ലാവരിലേക്കും ഷെയർ ചെയ്തു കൊടുക്കുക. കണ്ടതും കേട്ടതുമായിരിക്കുന്ന വീഡിയോകൾ ഷെയർ ചെയ്യുന്നതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.